കണ്ട അവിടെയൊക്കെ കുറേ ഫ്ലാറ്റുകൾ കണ്ടോ. അപ്പോൾ നമ്മൾ ഫ്ലാറ്റുകളുടെ കാര്യം പറയാനല്ല, ഇവിടെ തഞ്ചാവൂർ എത്താറായി. തഞ്ചാവൂർ പറയുകയാണെങ്കിൽ ഇവിടെ സിൽക്കിനാണ് പേര് കേട്ട സ്ഥലമാണ്. ഒരു 1990കളിൽ സിൽക്കിന് ഭയങ്കര പേര് കേട്ടൊരു സ്ഥലമായിരുന്നു. പിന്നെ ഇവിടെ ഈ മറ്റേ ഡാൻസിങ് ഡോൾ അല്ലേ, ഡാൻസിങ് ഡോള് ഇവിടുത്തെ ഭയങ്കര പേര് കേട്ടത്. അങ്ങനെ തല ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു നമുക്ക് കാണുകയാണെങ്കിൽ ഒരെണ്ണം വാങ്ങാം. പിന്നെ ഇതിൻ്റെ ഒരു ചരിത്രം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ടെമ്പിളാണ് ഭയങ്കര ഫേമസ്. 1003-നും 1010-നും 1003 എന്ന് പറയുമ്പോൾ എത്ര വർഷം പുറകിലാന്ന് നോക്കണം കേട്ടോ. ആ കാലഘട്ടത്തിൽ രാജരാജ 1 എന്ന് പറയുന്ന ഒരു ചോള രാജാവാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും അതുപോലെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ഇതുള്ളതാണ്. അപ്പോൾ ഒന്ന് കണ്ടേക്കാമെന്ന് തോന്നി. അപ്പോൾ നമ്മൾ ജസ്റ്റ് വണ്ടി ഒന്ന് ആ വഴി ഒന്ന് തിരിച്ചു വിടാണ്, അതും കൂടി ഒന്ന് കണ്ടേക്കാം. അമ്പലത്തിലേക്ക് പോണ വഴിയിൽ നമ്മൾ കണ്ടതാണ് ഈ അരയ്ക്ക് താഴെ തളർന്ന ആളുകളുടെ ക്രിക്കറ്റ് കളി കണ്ട. ഫീൽഡ് ചെയ്യാൻ നിൽക്കുന്നവർ, ബാറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആൾ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം എടുത്തതാണ്. നല്ല വെയിലുണ്ട്, പക്ഷെ നമ്മുടെ അവിടെ അത്ര ഇല്ല. നമ്മുടെ അവിടെ 38 ആണെങ്കിൽ ഇവിടെ ഒരു 34 ഉള്ളൂ. ടെമ്പിളെത്തി. അപ്പോൾ ഈ ടെമ്പിളിന് നോ ഷേഡോ ടെമ്പിൾ എന്നുള്ള പേരുണ്ട്. അത് ഒരിക്കലും ഉച്ച നേരത്ത് ഇതിൻ്റെ ഷേഡോ നമുക്ക് കാണാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത. അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ് പാർക്കിംഗ് വരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല, അവിടെ അടച്ചിട്ടിരിക്കുക. പാർക്കിംഗ് ഫുള്ളാണ്. അമ്പലം ഒരു ഒന്നൊന്നര സംഭവമാണ്. 1000 വർഷത്തിന് നേരെ പഴക്കമുള്ള ഒരു അമ്പലം എന്ന് പറയുമ്പോൾ 12:30 അടയ്ക്കും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ അതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം എന്ന് അറിയാനായിട്ടൊന്ന് പോയി നോക്കണം. അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റാണ് പാർക്കിങ്. അപ്പോൾ നമ്മൾ റോഡ് മുറിച്ച് കിടക്കട്ടെ. അമ്പലത്തിൻ്റെ എൻട്രൻസ് ഇതാണ്. ഇതിൻ്റെ ഈ 2 സൈഡുകളിലായിട്ട് വലിയ കിടങ്ങുണ്ട്. കോട്ടകൾക്കൊക്കെ സേഫ്റ്റിക്ക് വേണ്ടി വെക്കുന്ന മാതിരി കണ്ടോ, വലിയ കിടങ്ങുകളായത് വെള്ളം കെട്ടി നിർത്താനുള്ള സൗകര്യങ്ങളൊക്കെ ആയിട്ട്. ശരിക്കും കോട്ട തന്നെ. വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻ്ററൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിലുകൾ പറയുകയാണെങ്കിൽ നമുക്കത് നമ്മളൊരു ചെറിയൊരു കളിമണ്ണിലൊരു ആനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു സാധനം ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം. ഇതുപോലെ ഒരു 1000-1020 വർഷം മുന്നേ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും സിമെട്രിക്കലായിട്ട് ഒരു വശത്തുള്ള പോലെ തന്നെ റൈറ്റ് സൈഡിൽ വരുന്ന രീതിയിൽ ഇത്രയും മനോഹരമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ചിന്തിക്കാം. നോക്കൂ ഇതിൻ്റെ എൻട്രൻസിലേക്കുള്ള ഭയങ്കരം. മേലെ കുറച്ച് സർഫസ് ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രിയൊക്കെ ലൈറ്റിങ്ങൊക്കെ വരും, വളരെ ഭംഗിയായിരിക്കും കേട്ടോ. ഇതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിഞ്ഞുകൂടാ. ഈ ശില്പങ്ങളെ കുറിച്ചിട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആദ്യത്തെ ഗോപുരം നമ്മൾ കടന്നു കഴിഞ്ഞു കേട്ടോ. ആ ഗോപുരത്തിൻ്റെ ബാക്കാണ് ഇത്. രണ്ടാമത്തെ കവാടം. ഇതൊക്കെ നല്ല ഹാർഡായിട്ടുള്ള ഒരു കരിങ്കല്ല് പോലത്തെ സാധനങ്ങൾ വെച്ചിട്ടൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇന്നത്തെ കാലത്തൊക്കെ ഇത് പണിയണമെങ്കിൽ ആണോ. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അതിൽ ആദ്യത്തെ ഗോപുരമാണിത്. രണ്ടാമത്തെ ഗോപുരമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ്, ഈ ചുറ്റുമതിൻ്റെ ഉള്ളിലാണ് ബാക്കിയുള്ള സംഭവങ്ങൾ. നന്ദി മണ്ഡപം, അങ്ങനെ കുറേ കാര്യങ്ങൾ. നേരത്തെ പറഞ്ഞില്ലേ രാജരാജ 1 ചെയ്തത് വർക്കാണ്. ഇത് 3ാമത്തെ ഗോപുരം. 2ാമത്തെ ഗോപുരം കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ ചെരുപ്പും സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലം. ചെരുപ്പൊക്കെ നമ്മൾ അവിടെ വെച്ച് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ. ഈ കാർപ്പറ്റി കൂടെ നടക്കണം കേട്ടോ. ഈ കല്ലിൽ കൂടെ ഒക്കെ നടന്ന കാല് പൊള്ളിപ്പോവും. ഇതൊക്കെ ഭയങ്കര സംഭവം തന്നെ കേട്ടോ. അത് ഇതൊക്കെ കല്ലിലാണ് കൊത്തി ഉണ്ടാക്കണതേ. കാല് ഇതൊക്കെ മോൾഡ് ചെയ്ത് അച്ചിലൊഴിച്ചുണ്ടാക്കണല്ല, കല്ലിൽ കൊത്തി ഉണ്ടാക്കുന്നതാണ്. ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. തമിഴൊന്നല്ല എന്ന് കണ്ടിട്ട് തോന്നണേ ഈ കല്ലിൽ. ഇവിടെ എന്തായാലും ഒരു കാർപ്പറ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതാണ് ആ കോവിലിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്.
ഇതിൻ്റെ പുറകിൽ കിടങ്ങായിട്ടാണ് ഉള്ളത്. ഇവിടെ ഇവരുടെ വിഗ്രഹങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായിരിക്കും മെയിൻ കോവിൽ. എനിക്ക് ഈ ആർക്കിടെക്ചർ സംബന്ധമായ കാര്യങ്ങളിൽ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് കാരണം ഇങ്ങനത്തെ പഴയ നിർമ്മിതികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് എനിക്ക് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല. ഇതാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന നിർമ്മിതി. ഇതിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെയാണ് വരുന്നത്. അവിടെയൊക്കെ ഒരു മനോഹരമായ കുറേ കൊത്തുപണികൾ, കുറേ നിഷകളുടെ ഉള്ളിലൊക്കെ ഓരോ പ്രതിമകൾ വളരെ മനോഹരമായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ കാർപ്പറ്റിൽ നിന്ന് താഴോട്ട് ഇറങ്ങാൻ പറ്റില്ല, അത്ര ചൂടാണ്. അപ്പോൾ നമ്മൾ തഞ്ചാവൂർ ടെമ്പിൾ കണ്ടു. ഇനി നമുക്ക് തിരിച്ചു പോകാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നണത്, ഇങ്ങനെ ഒരു സ്ഥാനം ഉണ്ടാക്കും മുന്നേ ഇത് മനസ്സിൽ വേണ്ടേ, എങ്ങനെയോ തന്നെ ഉണ്ടായി വരുന്നതല്ലല്ലോ. ഇതൊക്കെ ആദ്യമേ നമ്മളൊരു സാധനം ഉണ്ടാക്കും മുന്നേ അതിൻ്റെ രൂപം ഇങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് ഉണ്ടാക്കുന്ന ആൾക്ക് ഒരു ബോധ്യം ഉണ്ടാവില്ല. അതാണ് നമ്മൾ ആദ്യം അത്ഭുതപ്പെടുത്തിയത്. കണ്ടോ, ഇതിൻ്റെ ആ ഡിസൈൻ അനുസരിച്ചിട്ടാണല്ലോ ഇവരുണ്ടാക്കുക. അപാരം തന്നെ. 1000 വർഷമൊക്കെ മുന്നേ ഇവിടെ എന്തായിരിക്കില്ലേ ഇവിടുത്തെ രാജാക്കന്മാർ, ഇവിടുത്തെ ജനങ്ങൾ തോന്നുന്നത് ഈ അമ്പലം ഇത് ഇത്രയും കാലം നിൽക്കാൻ തന്നെ കാരണം ഈ അമ്പലം സംരക്ഷിക്കാനായിട്ട് ഒരു കോട്ടയും അവിടെ പടയാളികൾക്ക് നിൽക്കാനുള്ള പീരങ്കി വയ്ക്കാനുള്ള സൗകര്യം, അതുപോലെ ഈ വലിയ കിടങ്ങുകളായിരിക്കാം. പല രാജാക്കന്മാർ വന്ന് പിടിച്ചെടുക്കുമ്പോൾ പലതും നശിപ്പിക്കപ്പെടുമല്ലോ. പക്ഷേ ഇതിങ്ങനെ നിലനിന്ന് പോരാൻ കാരണം ഇതിന് വേണ്ട സെക്യൂരിറ്റി പണ്ടേ കൊടുത്തിട്ടുണ്ടായിരിക്കണം. കണ്ടോ, ഈ കോട്ടവാതിൽ, ഈ കോട്ടകളൊക്കെ ഉള്ള കാരണമായിരിക്കാം. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തോടത്ത് പോകുന്നു. ഏകദേശം നമുക്ക് ഇവിടെ ഒരു മണിക്കൂറോളം നമ്മൾ സ്പെൻഡ് ചെയ്തു. ഇനി നേരെ വിളങ്ങണി. ഇതൊക്കെ 550 ആണ്. 550 ഫസ്റ്റ് പോയിന്റ് 550, സെക്കൻഡ് പോയിന്റ് നമ്മൾ പറഞ്ഞ ഡാൻസിങ് ഡോള്. ഇതാണ് ഇവിടുത്തെ തഞ്ചാവൂരിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡാൻസിങ് ഡോൾ. ഇത് കുട്ടികൾക്ക് അല്ലേ, കുട്ടികൾക്ക് 50 രൂപ. ഈ കാണുന്ന പാലുണ്ടല്ലോ, ഇതൊരു നദിയുടെ, അതായത് കാവേരി നദിയുടെ അവർ ഈ അമ്പലത്തിനെ പ്രൊട്ടക്റ്റ്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒരു കിടങ്ങ് പോലെ അമ്പലത്തിന് ചുറ്റും സൈഡിൽ ഒരു കിടങ്ങുണ്ടെന്ന്. അതിന് വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാവേരി നദിയിൽ വെള്ളം കൊണ്ടുവരാനുള്ള ഒരു തോട് തന്നെ ഒന്നും പറയാൻ പറ്റില്ല, ഒരു പുഴയുടെ വലിപ്പം തന്നെയുണ്ട്. ആ പാലം അതിൻ്റെയാണ്. കാവേരി റിവർ വരുന്നത് ഇതിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം മാറിയിട്ടാണെന്നാണ് പറഞ്ഞത്. എനിവേ നമ്മളെന്തായാലും തഞ്ചാവൂരിന് ഗുഡ് ബൈ പറയാണ്. തഞ്ചാവൂരിലാണ് നമ്മളിപ്പോൾ പോയത്. നമ്മൾ കണ്ട ഒരു ഓട്ടോറിക്ഷയ്ക്ക് ബസ്സിൻ്റെ പോലെ കണ്ടാൽ നമുക്ക് ചെറിയ ബസ്സാണ് തോന്നുന്നത്, പക്ഷെ അത് ഓട്ടോറിക്ഷയാണ്. 3 വീലുള്ളൂ ഇതിന്. നമ്മളിപ്പോ ട്രിച്ചി ഹൈവേ കൂടെയാണ് പോകുന്നത്. ഇത് നേരെ നാഗപട്ടണത്തേക്കല്ലേ പോണത്? വേളാങ്കണ്ണി. അപ്പൊ ഇത് ഇപ്പൊ സമയം 11:30 നമ്മൾ ഏകദേശം 340 കിലോമീറ്റർ ഓടിയെത്തി രാവിലെ 6 മണി തൊട്ട്. കുഴപ്പമില്ല, സോഫ സോ ഗുഡ്.